എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ കൗതുകകരമായൊരു ചോദ്യമാണ് പരിശോധിക്കാൻ പോകുന്നത്. സൈക്കഡെലിക്കുകൾ വിശുദ്ധമായ ഒന്നാണോ അതോ പാപമാണോ? തിരുവെഴുത്തുകൾ വെച്ച് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇസ്ലാമിക പ്രവാചക പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊന്ന് ഞെട്ടലുണ്ടാകാം. അവൾ ഹഷീഷ് കൊണ്ടുവന്നു, ഞങ്ങൾ കഴിച്ചു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മുടെ ഇന്നത്തെ ഈയൊരു വിശകലനത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഈയൊരു വാക്കുകളാണ്. ഇപ്പോ കഞ്ചാവ് പോലുള്ള വസ്തുക്കളൊക്കെ ഇസ്ലാമിൽ കർശനമായി നിരോധിച്ചതാണ്, അതായത് ഹറാമാണ് എന്നല്ലേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ഹദീസ് അതിന് നേർ വിപരീതമായൊരു കാര്യമല്ലേ പറയുന്നത്? അവിടെയാണ് നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഈ നിരോധനം ശരിക്കും എവിടെ നിന്നാണ് വന്നത്? നമുക്ക് ആ നിയമത്തിന്റെ ഉറവിടമൊന്ന് തേടിപ്പോയി നോക്കാം. ഇനി മുന്നോട്ടു പോകുന്നതിന് മുൻപ് ഈ രണ്ട് വാക്കുകൾ എന്താണെന്ന് നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കണം. ഒന്ന് ഹറാം, അതായത് ദൈവം വിലക്കിയത്. പിന്നെ ഹലാൽ, അതായത് ദൈവം അനുവദിച്ചത്. ഈ മതപരമായ വാദപ്രതിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഈ രണ്ട് വാക്കുകളാണ്. അപ്പോൾ ഈ കഞ്ചാവ് പോലെയുള്ള ചെടികളെല്ലാം നിരോധിച്ചത് എങ്ങനെയാണെന്നറിയോ? അതൊരു നേരിട്ടുള്ള കൽപ്പനയിലൂടെയല്ല, മറിച്ചൊരു 4 സ്റ്റെപ്പിലൂടെ വന്ന ഒരു വ്യാഖ്യാനത്തിന്റെ ഫലമായാണ്. ആദ്യം ഖുർആൻ മദ്യം നിരോധിച്ചു, കാരണം അത് സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. പിന്നീടൊരു ഹദീസ് മത്തുണ്ടാക്കുന്ന മുസ്കർ എന്ന എല്ലാത്തിനെയും നിരോധിച്ചു. പിന്നീട് വന്ന പണ്ഡിതന്മാർ ഈ മുസ്കർ എന്ന വാക്കിന് ലഹരിയുണ്ടാക്കുന്ന എന്തു വസ്തുക്കളും എന്ന അർത്ഥം കൊടുത്തു. അങ്ങനെ ആ പുതിയ നിർവചനം കഞ്ചാവ് പോലുള്ള ചെടികൾക്കും ബാധകമാക്കി, അവയെല്ലാം ഹറാമാക്കി മാറ്റി. കണ്ടില്ലേ, അതൊരു വ്യാഖ്യാനത്തിന്റെ ശൃംഖലയാണ്. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം വരുന്നത്. ഇതൊരു തെറ്റായ തർജ്ജമയാണോ? കാരണം ഈ വിഷയത്തെപ്പറ്റി പഠിക്കുന്ന സോഴ്സുകൾ പറയുന്നത് ഒരു പ്രവാചകനും ഒരു ചെടിയെയും പേരെടുത്ത് പറഞ്ഞ് നിരോധിച്ചിട്ടില്ല എന്നാണ്. അതായത് ശരിക്കും നിരോധനം മദ്യപാനത്തിനായിരുന്നു, ബോധത്തിന് മാറ്റം വരുത്തുന്ന മറ്റെല്ലാ വസ്തുക്കൾക്കുമല്ലായിരുന്നു. അപ്പോൾ എന്തായിരുന്നു യഥാർത്ഥ നിയമം? അത് മനസ്സിലാക്കാൻ നമുക്കൊത്തിരി പിന്നോട്ട് പോകണം. അതായത് ഏക്കുറെ തുടക്കത്തിലേക്ക്, ദൈവവും ആദ്യത്തെ പ്രവാചകന്മാരും തമ്മിലുണ്ടായിരുന്ന ഉടമ്പടികളിലേക്ക് തന്നെ പോകാം. ഇതൊരു ടൈം ലൈൻ പോലെ നമുക്ക് നോക്കാം. ആദ്യം ആദമിനോട് ദൈവം പറയുന്നു, ഭൂമിയിലുള്ള വിത്തുള്ള എല്ലാ ചെടികളും നിനക്ക് ഭക്ഷണമാണ്. അതിനുശേഷം നോഹയുടെ കാലമായപ്പോൾ അതിനോടൊപ്പം ചലിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും, അതായത് മൃഗങ്ങളെയും ഭക്ഷണമാക്കാം എന്ന് പറയുന്നു. പിന്നെ മോശയുടെ കാലത്ത് ദൈവം അവർക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് മന്ന എന്നൊരു പ്രത്യേക ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തുടക്കത്തിൽ വിത്തുകളുള്ള എല്ലാ ചെടികൾക്കും അനുവാദമുണ്ടായിരുന്നു. സ്വാഭാവികമായും അതിൽ കഞ്ചാവും പോപ്പിയും കൊക്കയുമൊക്കെ ഉൾപ്പെടുമല്ലോ. ശരി, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. പ്രവാചകന്മാരും ഈ വിശുദ്ധ സസ്യങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണുണ്ടായിരുന്നത്? അവർ ഇതെങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നോക്കാം. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ട്രഫിൾസ് മന്നയുടെ ഭാഗമായിരുന്നു എന്ന്. അതായത് നേരത്തെ പറഞ്ഞ ആ ദൈവീക ഭക്ഷണമായ മന്ന ഒരുതരം ഫംഗസ് ആണെന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ഈ ഒരു തിരിച്ചറിവ് ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ട്രഫിൾസും കൂണുകളുമൊക്കെ ഫംഗസുകളാണല്ലോ. ഇവയിൽ ചിലതിലാവട്ടെ സൈലോസൈബിൻ പോലുള്ള സൈക്കഡലിക് സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഈ വസ്തുക്കൾ ആത്മാവിന്റെ കണ്ണു തുറക്കുന്ന ഒരുതരം ഔഷധമാണെന്നാണ് സോഴ്സുകൾ പറയുന്നത്. അതായത് വിത്തില്ലാത്ത സൈക്കഡലിക് ഫംഗസുകൾ പോലും ദൈവം അനുവദിച്ച വസ്തുക്കളുടെ കൂട്ടത്തിൽ പെടുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പം മഞ്ഞയുടെ കാര്യം മാത്രമല്ല, പുരാതന കാലത്തെ മതപരമായ ആചാരങ്ങളിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതിനും നമുക്ക് പുരാവസ്തുപരവും ഗ്രന്ഥപരവുമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പുരാതന ജൂതക്ഷേത്രങ്ങളിലെ യാഗപീഠങ്ങളിൽ നിന്ന് കഞ്ചാവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ പണ്ഡിതന്മാര് വിശ്വസിക്കുന്നത് പ്രവാചകന്മാരും രാജാക്കന്മാരും ഉപയോഗിച്ചിരുന്ന ഒരു വിശുദ്ധ തൈലമുണ്ടായിരുന്നു. അതിലെ പ്രധാന ഘടകം കഞ്ചാവായിരുന്നു എന്നാണ്. ദൈവവുമായി കൂടുതൽ അടുക്കാൻ വേണ്ടി ഈ തൈലം അവർ ശരീരത്തിൽ പുരട്ടിയിരുന്നു. അപ്പോൾ കഞ്ചാവ് വെറുമൊരു അനുവദനീയമായ വസ്തുവായിരുന്നില്ല, മറിച്ച് വിശുദ്ധ ആചാരങ്ങളുടെ തന്നെ ഒരു ഭാഗമായിരുന്നു എന്നു വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി കഞ്ചാവ് മാത്രമല്ല, പ്രവാചകൻ ഹർമൽ എന്നൊരു വിത്തിനെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. ഓരോ ഹർമൽ വിത്തിനും മേൽ ഒരു മാലാഖയെ നിയമിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിന് വളരെ ആത്മീയമായ ഒരു ബന്ധമുണ്ട്, അല്ലേ? പണ്ടുകാലത്ത് ഈ വിത്ത് പിശാചുക്കളെ ഓടിക്കാനും ജ്ഞാനം നേടാനുമൊക്കെ ഉപയോഗിച്ചിരുന്നു. ആത്മാക്കളുമായി സംസാരിക്കാൻ പോലും ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആധുനിക ശാസ്ത്രം ഈ വിത്ത് പരിശോധിച്ചപ്പോൾ അതിൽ DMT എന്ന ശക്തമായ ഒരു സൈക്കഡലിക് സംയുക്തം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഈ സസ്യങ്ങളുടെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം? ഒരുപക്ഷേ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ലോകവും കാണാൻ കഴിയാത്ത മറ്റു ലോകങ്ങളും തമ്മിലുള്ള ഒരു പാലം പണിയുക എന്നതായിരിക്കാം. ഇമാം മഹദിയുടെ ഈ വാക്കുകൾ കേൾക്കൂ.
DMT എന്നത് ലോകങ്ങൾക്കിടയിലുള്ള കവാടമാണ്. ഈയൊരു പ്രസ്താവന മാത്രം മതി. ഇവയൊന്നും വെറും ലഹരിമരുന്നുകളല്ല, മറിച്ച് ആത്മീയതയിലേക്കുള്ള താക്കോലുകളാണ് എന്ന് മനസ്സിലാക്കാൻ. അപ്പോ എന്താണ് ഈ DMT? ഇതൊരു സൈക്കഡെലിക് സംയുക്തമാണ്. നമ്മൾ സ്വപ്നം കാണുമ്പോഴും പിന്നെ മരണസമയത്തും നമ്മുടെ തലച്ചോറ് തന്നെ സ്വാഭാവികമായി ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോധത്തിന് ആത്മാക്കളുടെയും മാലാഖമാരുടെയും ലോകത്തേക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു കെമിക്കൽ ബ്രിഡ്ജ്. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ഒരു അന്തിമ വിധിയിലേക്കും അതോടൊപ്പമുള്ള ഒരു മുന്നറിയിപ്പിലേക്കും വരാം. അപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് കാഴ്ചപ്പാടുകളാണുള്ളത്, അല്ലേ? ഒന്ന് മുഖ്യധാരാ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട്. അതനുസരിച്ച് ഇതെല്ലാം ഹറാമാണ്, കാരണം മദ്യത്തിന്റെ ലഹരിയോടാണ് ഇതിനെ ഉപമിക്കുന്നത്. മറ്റൊന്ന് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചപ്പാട്. അതനുസരിച്ച് ഇതെല്ലാം ഹലാലാണ്, കാരണം ദൈവം ഇത് അനുവദിച്ചിട്ടുണ്ട്, ഒരു പ്രവാചകനും ഇത് നേരിട്ട് വിലക്കിയിട്ടുമില്ല. അതുകൊണ്ട് ഈ ഉറവിടത്തിന്റെ അന്തിമ വിധി ഇതാണ്. ഇമാം മഹദിയുടെ അഭിപ്രായത്തിൽ കഞ്ചാവ് പോലുള്ള വസ്തുക്കൾ ഒരിക്കലും ഹറാമാക്കിയിട്ടില്ല. എന്നു മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും ദൂതന്മാരും ഇതുപയോഗിച്ചിരുന്നു. അതായത് ഇതൊരു വിശുദ്ധ പ്രവാചക പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഒരു മിനിറ്റ്, ഈ അനുവാദത്തോടൊപ്പം വളരെ ഗൗരവമേറിയ രണ്ട് മുന്നറിയിപ്പുകളുമുണ്ട്. ഒന്ന് ആത്മീയമായ അപകടസാധ്യതയാണ്. നല്ല ഉദ്ദേശ്യത്തോടെയും ശ്രദ്ധയോടെയുമല്ല ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മാവിനൊരു പക്ഷെ വഴിതെറ്റിപ്പോകാം. രണ്ടാമത്തേത് നിയമപരമായ അപകടസാധ്യതയാണ്. ഓർക്കുക, ഇതൊരു മതപരമായ വാദമാണ്, നിയമോപദേശമല്ല. രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ചാൽ ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വവും വ്യക്തികൾക്ക് മാത്രമാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ദൈവികമായ നിയമവും പിന്നീട് മനുഷ്യരുണ്ടാക്കിയ വ്യാഖ്യാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അവസാനമായി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ സസ്യങ്ങളുടെയൊക്കെ വിശുദ്ധമായ ഒരു ചരിത്രമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മൾ ഇവയെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയെ എങ്ങനെയാണ് മാറ്റിമറിക്കുക? ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു.